അസ്സലാമു അലൈക്കും. ഫാൽമി ബേരൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തറവാട്ടിലെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്സ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഷോർട്സിന്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ നോമ്പ് തുറ എന്ന് പറയുന്നത് എൻ്റെ ഫാദർ, അതായത് എൻ്റെ വീട്ടിലാണ് തറവാട് കേട്ടോ. ഫാദറാണ് ഏറ്റവും ഇളയ ആൾ. ഏറ്റവും ഇളയതെന്നല്ല, ആണുങ്ങളിൽ ഏറ്റവും ഇളയ ആൾ കേട്ടോ. അപ്പോൾ എൻ്റെ ഫാദറിന് സഹോദരിയും സഹോദരന്മാരുമായിട്ട് 10 പേരാണുള്ളത്. അവർ 4 ആണുങ്ങളും 6 പെൺപിള്ളേരും അങ്ങനെയാണ്. അതിൽ ഒരാൾ മരിച്ചു പോയിട്ടോ. മൂത്ത സഹോദരൻ അച്ചിയുടെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരു 9 കൊല്ലമായിട്ടുണ്ടായി അത്. അപ്പോൾ എല്ലാവരും, അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഇഫ്താർ സംഘടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ അത്തച്ചിയുടെ അമ്മയുടെ അത്താടെയും ആണ്ടും കൂടെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ആണ്ട് വന്നിട്ട് മാർച്ച് 3-ാം തീയതി ആയിരുന്നു. മരിച്ചിട്ട് 13 വർഷമായി. നമ്മൾ എല്ലാ കൊല്ലവും ഉസ്താദിനെ വിളിച്ച് യാസീനൊക്കെ ഓദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ മാർച്ച് 3-ാം തീയതി പ്രാവശ്യം നോയിമ്പായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് അന്ന് നമുക്ക് ഇഫ്താർ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസം മാറ്റി ഒരു 2-3 ദിവസം മുന്നോട്ട് മാർച്ച് 7-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഇഫ്താർ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. ഹസ്ബൻഡ് വൈകിട്ടേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മക്കളും കൂടെ ബസ്സിലാണ് വന്നത്. വന്ന പാടെ തന്നെ എല്ലാവരും ഓരോരോ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എല്ലാവരും അടുത്തടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അച്ചിയുടെ മൂത്ത ചേട്ടനും ഭാര്യയുടെ വീടും തൊട്ടപ്പുറത്താണ്. അച്ചിയുടെ 3 പെങ്ങന്മാരും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. 3 അല്ല 4. ഒരാൾ മാത്രം ഒരു 5 കിലോമീറ്റർ ദൂരം അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും രാവിലെ സഹായിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ. അപ്പവും സ്നാക്സുകളും മാത്രം. പിന്നെ ഫുള്ള് ജ്യൂസ് അടിക്കുന്നതും കറി വെക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും എല്ലാം നമ്മളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കായിരുന്നു അമ്മയുടെ ആണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉസ്താദിനെ വിളിച്ച് ദുആരക്കാനായിട്ട് ഉച്ചയ്ക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് വന്നു, ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പരിപാടിയിലേക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കടന്നിട്ടുണ്ടായിരുന്നേ. ഒരാൾ പൈനാപ്പിൾ അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഓരോരോ ജോലിയിലാണ്. നമ്മുടെ ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ റാപ്പറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് അടുക്കളയിൽ വെക്കുന്നുണ്ട്, കുറച്ച് വെളിയിൽ അടുപ്പ് കൂട്ടി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നേ. പിന്നെ ലാസ്റ്റ് നമ്മളൊരു 4 മണി ഒക്കെ സമയത്തൊക്കെയാണ് ബിരിയാണി പരിപാടി നോക്കിയത് കേട്ടോ. ബിരിയാണി അല്ല, നെയ്ച്ചോറ് ഏറ്റവും ലാസ്റ്റ് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ ഗൈസ് ചിക്കൻ ഒരാളിവിടെ നിന്ന് വറുത്ത് കോരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഉണ്ടല്ലോ ചെറിയ രീതിക്കൊരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താറിന്. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ തറവാട്ടിലെ എല്ലാവരും കൂടെ ചേർന്നൊരു ഇഫ്താർ വെക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തേനേക്കാളും ഒരു ഇച്ചിരി കൂടെ ഒരു അടിപൊളിയാക്കാം, എല്ലാവരും കൂടെ സഹകരിച്ചാലെന്ന് പറഞ്ഞ് ഞങ്ങളതാ ചെറിയ രീതിക്ക് മേശയും കസേരയും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഒരു അടിപൊളിയാക്കി ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് അടിപൊളി മിറ്റമൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ മിറ്റമൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാം മിറ്റത്താണ്. പക്ഷെ നല്ല മഴ മൂടലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് പേടിച്ചു മഴ പെയ്യുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ മഗ്‌രിബ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് തൂളിയതേ ഉള്ളേ. ഒത്തിരി മഴയൊന്നും പെയ്തില്ല. പിന്നെ ഗൈസ്, നമ്മളിതാ ഏകദേശം 4 മണിയായപ്പോൾ എല്ലാവരും തളർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ കൂടുന്നത് നല്ലൊരു കാര്യമല്ല. എനിക്ക് ഭയങ്കരമായിട്ടത് അടിപൊളിയായിട്ട് തോന്നി. എല്ലാവരെയും കാണുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, നമ്മുടെ കുടുംബ ബന്ധം ഒന്നുകൂടെ ഒന്ന് ദൃഢമാക്കുക. ആ ഒരു രീതിയൊക്കെയല്ലേ ഇങ്ങനെ എല്ലാവരുമായിട്ട് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുറക്കാൻ സമയമായപ്പോൾ മക്കളെയൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കുകയാണ്. ഓടി നടന്ന് എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ അൽഹംദുലില്ലാ അടിപൊളി ഒരു ഇഫ്താറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും അടിപൊളിയാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിന് അള്ളാഹു നമ്മൾ ഇനിയും അടുത്ത വർഷവും ഇതുപോലെ തന്നെ എല്ലാവരുമായിട്ട് കൂടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദുആയും കൂടെ ചെയ്യുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതാ ബാങ്ക് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അങ്ങനെ ബാങ്ക് കേട്ടപ്പോഴേ നല്ല ദാഹവും ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ബാങ്കൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനപ്പോൾ ഈത്തപ്പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നവർ, അതായത് ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, പെണ്ണുങ്ങൾ ജമാഅത്തായിട്ട് വീട്ടിലും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പള്ളിയൊക്കെ പിരിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ റാഹത്തായിരുന്നു ഗൈസ്. എന്താണ് പറയുന്നത്, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് ത്രാവിയൊക്കെ ആകുന്ന സമയമായപ്പം പിന്നെയും എല്ലാവരും പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബായ്.